സംഘടന സംബോധന ചെയ്യുമ്പോൾ 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പ്രസ്ഥാനം സമകാലിക സമൂഹത്തെ സംവദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഒന്നാമതായി, പരിശുദ്ധമായി ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അനുപേക്ഷണീയമായ ഒരിടപെടലിന്റെയും നിർമ്മാണാത്മകമായ ഒരു സമര മുന്നേറ്റത്തിന്റെയും ഭൂമികയിലാണ് സംഘടന ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ നാലുപാടുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് കൂടുതൽ പറയേണ്ടതില്ല. എല്ലായിടത്തും അരുതായ്മകളും അനാശാസ്യ പ്രവണതകളും അരക്ഷിതാവസ്ഥയും അരങ്ങ് തകർക്കുകയും അധികരിക്കുകയും ചെയ്യുമ്പോൾ ഗ്രാമാന്തരങ്ങൾ മുതൽ ആഗോളാന്തരീക്ഷം വരെ സ്വകാര്യ ജീവിതങ്ങൾ മുതൽ രാഷ്ട്രീയ സാമൂഹിക തലങ്ങൾ വരെ എല്ലായിടത്തും മാനുഷികമായ മൂല്യങ്ങളെയും ധാർമ്മികമായ വിചാരങ്ങളെയും നിഷ്പ്രഭമാക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നേരിന്റെയും നിറയുടെയും നീതിയുടെയും ന്യായത്തിന്റെയും സത്യത്തിന്റെയും പക്ഷത്ത് ഒരു സംഘം ശക്തമായി പ്രവർത്തിക്കുന്നില്ല എന്നതിനേക്കാൾ ഗൗരവതരമായി നാം പരിഗണിക്കേണ്ടത് പരിസരങ്ങളുടെ അരുതായ്മയ്ക്കെതിരെ ശബ്ദിക്കണമെന്ന ഒരു ഇടപെടലിന്റെ വിചാരം തന്നെ അടിസ്ഥാനപരമായി നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. ചുറ്റുപാടുകൾ അഴുക്കുകളിലേക്ക് നീങ്ങുന്നു എന്നതിനേക്കാൾ ഗൗരവതരമായി നാം ചർച്ചയ്ക്കെടുക്കേണ്ടത് അനാശാസ്യതകൾ അടക്കി വാഴുമ്പോൾ തിരുത്തണമെന്ന വിചാരം മാനുഷിക ഭൂമികയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. ഇവിടെയാണ് സമരമാണ് ജീവിതം എന്ന പ്രമേയം പ്രസക്തമാകുന്നത്. കാരണം നിങ്ങൾ അധിവസിക്കുന്ന സാമൂഹിക പരിസരം, നമ്മളിടപെടുന്ന സാമൂഹിക ചുറ്റുപാട് തെറ്റിലേക്കും അരുതായ്മയിലേക്കുമൊക്കെ നീങ്ങുമ്പോൾ അനുപേക്ഷണീയമായ വിധം ഒരു സംഘം അതിനെ തിരുത്താനും അരുതായ്മകളെ തുരത്താനും നേരിന്റെ പക്ഷത്തേക്ക് ക്ഷണിക്കാനും ഇടപെടണം എന്നതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാടും മാനുഷിക സുരക്ഷയ്ക്ക് അനുപേക്ഷണീയമായ വസ്തുത. ഇത്തരമൊരു സാഹചര്യത്തെയാണ് പ്രസ്ഥാനം സംബോധന ചെയ്യുന്നത്. അഥവാ ഹിംസാത്മകവും നശീകരണാത്മകവുമായ സമരരീതികളെ അറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ സമരം എന്നത് തന്നെ ഒരു നെഗറ്റീവ് വേർഡായി ചിലരൊക്കെ തെറ്റിദ്ധരിച്ച ഒരു സാമൂഹിക ഘടനയിൽ നിർമ്മാണാത്മകമായ സമരത്തിന്റെയും സമരോത്സുകമായ ഒരു യൗവനത്തിന്റെ അനുകൂലപരമായ ഒരു ഊർജ സജ്ജീകരണത്തിന്റെയും പക്ഷത്താണ് സമരമാണ് ജീവിതം എന്നതിനെ നാം നിർവചിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇത്തരമൊരു നിർമ്മാണാത്മകവും ക്രിയേറ്റീവായ ഒരു മുന്നേറ്റ വഴിയിൽ ഇടപെടാൻ SSF-ന് എന്താണ് അർഹത എന്ന് ആലോചിച്ചേക്കാം. അവിടെയാണ് 40 എന്നത് പ്രസക്തമാകുന്നത്. 4 പതിറ്റാണ്ടുകൊണ്ട് കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ജനിക്കുകയും മരിക്കുകയും തുടരുകയും ഒക്കെ ചെയ്യുന്ന സാമൂഹികാന്തരീക്ഷത്തിൽ ആശയങ്ങളുടെയും കർമ്മവഴികളുടെയും കൃത്യമായ ഒരു നിർവചനമാണ് അതിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. ഇന്നലകളിൽ പ്രവാചകന്മാർ ഏതൊരു ദൗത്യത്തിനാണോ പ്രാധാന്യം നൽകിയത്
വേണ്ടിയാണോ നിയുക്തരായത് അത്തരം ഒരു ദൗത്യത്തിന്റെ പ്രായോഗികവൽക്കരണവും അനുധാവനവുമാണ് ഈ ഒരു സമരവഴിയിൽ സംഘടന ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 പതിറ്റാണ്ടുകൾക്കിടയിൽ സംഘടന മുന്നോട്ട് വച്ച വിചാരങ്ങളും സന്ദേശങ്ങളും മുദ്രാവാക്യങ്ങളും പ്രമേയങ്ങളും സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ഉള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്നതും ഉപയോഗപ്പെടേണ്ടതും ക്ഷേമകരമായി അനുഭവിക്കേണ്ടതും അനുഭവിച്ചതുമാണ് എന്ന് 4 പതിറ്റാണ്ട് ചരിത്രപരമായി നമ്മോട് വിളിച്ചോതുകയാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന് സംഘടന 14 ജില്ലയിലും ജില്ലാ സമ്മേളനങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിലനിൽക്കുന്നു എന്ന് വിചാരമുയർത്തിയിരുന്ന രാഷ്ട്രീയ പക്ഷങ്ങൾക്ക് പോലും ആലോചിക്കുന്നതിന് മുമ്പേ പ്രായോഗികമായ വിധത്തിൽ അത്തരമൊരു വിചാരത്തെയും അത്തരമൊരു മുന്നേറ്റ പ്രവർത്തനത്തെയും ജനകീയവൽക്കരിക്കാനും അത് താഴെത്തട്ടിൽ നിന്ന് അധികാരതലങ്ങൾ വരെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും സംഘടനയുടെ പ്രമേയത്തിനും സമ്മേളനത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അത് രാജ്യത്തെ വിശേഷിച്ചും മതേതരത്വ ജനാധിപത്യ തലത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രമായ നമ്മുടെ ഇന്ത്യയുടെ മൂല്യ സംരക്ഷണത്തിന് വേണ്ടി കൂടി ഉപകാരപ്പെടുന്നതാണ് എന്ന് വന്നപ്പോഴാണ് സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കേണ്ടതിന്റെ ഗൗരവം നമ്മുടെ പൗരന്മാർ കൂടുതലായി ഏറ്റെടുക്കാൻ കഴിയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന്റെ തുടർച്ചയായി ഓരോ ഘട്ടത്തിലും മനുഷ്യനെ ആപാദപൂർവ്വം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതകളുടെയും വിചാരങ്ങളുടെയും തലങ്ങളിൽ പ്രതിരോധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും സമരഭൂമികയാണ് ഇന്നുവരെയും സംഘടന ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ പാൻമസായത്തിലെ നാം ഉയർത്തിയ സമരം വിജയം കാണുകയും അതിന്റെ നിരോധനത്തിലേക്ക് വരെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്തിച്ചേരുകയും ചെയ്തത് നാം എല്ലാവരും ആഹ്ലാദപൂർവ്വം അറിഞ്ഞ വസ്തുതയാണ്. മദ്യപാനത്തിനെതിരെ കൃത്യമായ ബോധവൽക്കരണങ്ങളോടൊപ്പം തന്നെ പുതിയ മദ്യപാനികൾ ജന്മം കൊള്ളുന്ന പുതുവത്സര തലേന്ന് നമ്മൾ ഏർപ്പെടുത്തിയ മദ്യവിൽപ്പന തടയൽ, കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ലീഡി ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ ധർമ്മവിപ്ലവകാരികൾ ഒരുമിച്ചുകൂടി സംഘടനയുടെ ത്രിവർണ്ണ പതാകയിൽ വഹിച്ച് അനുജ, അരുത്, ജ്യേഷ്ഠ, പാടില്ല, ഈ ഒരു വിപത്തിലേക്ക് നീ അകപ്പെട്ടു പോവുകയും സമൂഹത്തിനും കുടുംബത്തിനും നിനക്കു തന്നെയും ഭീഷണിയും അപകടവും വിതയ്ക്കുന്ന മദ്യപാനത്തിലേക്ക് പോകരുത് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അത്തരമൊരു വിചാരത്തെ അധോതലം മുതൽ ഉപരിതലം വരെ വിചാരമണ്ഡലങ്ങളിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കാൻ അത്തരമൊരു സമരത്തിന് സാധിക്കുകയും താൽക്കാലികമായെങ്കിലും കുറച്ചാളുകളെ അത്തരമൊരു മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതുവഴി സമൂഹത്തിന്റെ നാനാത്തുറകളിലുമുള്ളവരുടെ ആഹ്ലാദപൂർണമായ ആശംസകൾ ഏറ്റുവാങ്ങാനും നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കേരള പോലീസിൽ സ്വതന്ത്രമായ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ സമരഭൂമിയിലിറങ്ങാൻ SSFന് കഴിയുകയും ഇപ്പോഴും അത് തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 പതിറ്റാണ്ട് കൊണ്ട് SSF എന്താണ് കേരളത്തിന് നൽകിയത് എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. തകർത്തെറിയപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ എറിഞ്ഞു തകർക്കപ്പെട്ട പൊതുവാഹനങ്ങളുടെയോ അപകടപ്പെടുത്തപ്പെട്ട അധ്യാപകരുടെയോ ഇല്ലായ്മ ചെയ്യപ്പെട്ട മൂല്യങ്ങളുടെയോ ഒരു ലിസ്റ്റും ഞങ്ങൾക്ക് നിരത്താനില്ല. മറിച്ച് എന്താണ് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് കേരളത്തിൽ 4 പതിറ്റാണ്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അഭിമാനപൂർവ്വം പറയാനുള്ളത് ധാർമ്മികമായി ചിന്തിക്കുകയും ചലിക്കുകയും അതിന്റെ ചാലശക്തിയായി നിലകൊള്ളുകയും നിർമ്മാണാത്മകമായി രാഷ്ട്ര, സാമൂഹിക, കുടുംബ ക്ഷേമകാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് കൗമാര യൗവനങ്ങളെ സമ്മാനിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് പ്രസ്ഥാനത്തിന്റെ 4 പതിറ്റാണ്ടിന്റെ പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ സമ്മാനമായി വിളിച്ചു പറയാനുള്ളത്. ഈ വരുന്ന 40ാം വാർഷികത്തിലും സമ്മേളനത്തിലും 40,000 ഐ ടീം അംഗങ്ങളെ
കേരളീയ സാംസ്കാരിക ഭൂമികയ്ക്ക് കൈമാറുകയാണ്, അല്ലെങ്കിൽ സമ്മാനിക്കുകയാണ്. അതുവഴി ഉണ്ടാകുന്നത് ധർമ്മത്തിന്റെ പക്ഷത്ത് കാവൽ നിന്നുകൊണ്ട് അധർമ്മങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ കരുത്തുമായി പ്രാതികൂല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ശക്തമായ, പ്രബുദ്ധരായ, വോളണ്ടിയർ സ്വഭാവമുള്ള 40,000 അംഗങ്ങളെ ശുഭ്രവസ്ത്രധാരികളായി കേരളീയ ഭൂമികയ്ക്ക് സമ്മാനിക്കുകയാണ്. അങ്ങനെ അരുതായ്മകളുടെ ആസുരകാലം അടക്കി വാഴുമ്പോൾ അതിനെതിരെ നേരിന്റെയും നിറയുടെയും ഒരു നാളമെങ്കിലും ഉയർത്തി ക്ഷേമവും ഐശ്വര്യവും മൂല്യങ്ങളും ആഗ്രഹിക്കുന്നവർക്ക് വിളക്കുമാടമായി നിൽക്കാൻ പറ്റുന്ന ഒരു സംഘത്തെയാണ് നമ്മുടെ സമ്മേളനം മുന്നോട്ട് വെക്കുന്നത്. കൗമാര യൗവനങ്ങൾ താൽക്കാലിക ആസ്വാദനങ്ങളുടെയും താൽക്കാലികാധികാര രാഷ്ട്രീയ പീഡനങ്ങളുടെയും തലങ്ങളിലേക്ക് കടന്നുപോകാതെ വിചാരപൂർവം നിർമ്മാണാത്മകമായ രാഷ്ട്രശില്പത്തെ രൂപപ്പെടുത്താൻ പാകപ്പെടുത്തുന്നു എന്നതാണ് നമ്മുടെ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സേവനം. അതുകൊണ്ട് തന്നെ സമ്മേളനത്തിന്റെ സമരമാണ് ജീവിതം എന്ന പ്രമേയം നിങ്ങളുടെ മുമ്പിലേക്ക് ഉയർത്തുന്ന ശോഭനമായ ആലോചന, പ്രവർത്തന, ഇടപെടൽ തലങ്ങളെ കൃത്യമായി ഏറ്റെടുക്കുവാൻ എന്റെ അനുവാചകർക്ക് കഴിയുന്നു. ഇപ്പോൾ ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിലൂടെ സാമൂഹിക തലത്തിൽ വ്യത്യസ്ത വിധാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രബുദ്ധരായ, രാഷ്ട്രീയ ബോധമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇപ്പോഴത്തെ സാമൂഹിക ദുരാചാരങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ, അവർക്ക് അതിനെതിരെ ശബ്ദിക്കുവാനുമുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമായി ഇത്തരം വേദികൾ ഉപകാരപ്പെടുന്നു എന്നത് തന്നെ അത്ഭുതപൂർവമായ, അല്ലെങ്കിൽ ആനുകാലികമായി അന്വേഷണീയമായ പ്രാസ്ഥാനിക ഇടപെടലിന്റെ ഒരു ഉദാഹരണമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ധർമ്മത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് പ്രബോധന തലങ്ങൾ സാങ്കേതികമായി വിശാലമായി കൊണ്ടിരിക്കുമ്പോൾ, സാങ്കേതിക സാധ്യതകളും അവസരങ്ങളും മുഴുവനും മനുഷ്യനെ അധാർമികമായി കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ധാർമ്മികതയ്ക്കും നൈതികതയ്ക്കും നീതിപൂർവമായ ഇടപെടലുകൾക്കും ഈ സാങ്കേതിക സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ഒരു വിചാരത്തിന് പൂർണ്ണമായ, അല്ലെങ്കിൽ അതിലേക്ക് കാര്യക്ഷമമായ ഒരു കാൽവെപ്പാണ് KMIC-യിലൂടെ നമ്മുടെ പ്രാസ്ഥാനിക ഭൂമിയെയും മലയാളി സമൂഹത്തിലെ ധാർമ്മിക വിചാര മണ്ഡലത്തിലും നിർവഹിച്ചിട്ടുള്ളത്. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ധർമ്മത്തിന്റെ പക്ഷത്ത് ചേരാനും നാട്ടിൽ നടക്കുന്ന നല്ല നല്ല കാൽവെപ്പുകളെ തിരിച്ചറിയാനും അതിനവരുടെ പങ്കാളിത്തം അറിയിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇന്നുവരെയുള്ള അനുഭവവും ഇപ്പോഴും ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിലൂടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തന സാധ്യതകളെ ക്ഷേമകരമായി ഉപയോഗിക്കുവാനുള്ള വിചാരങ്ങളും അതിന്റെ പ്രായോഗികമായ വിധാനങ്ങളും നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയുള്ള ഈടുവെപ്പുകളായി നാം ചിന്തിക്കുകയും പ്രസ്ഥാനവും സംഘടനയും ഇത്തരം വേദികളും നമുക്ക് തരുന്ന പ്രവർത്തന രീതികളെ ഗുണപരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ ഐക്യദാർഢ്യ സമ്മേളനത്തോട് എല്ലാവരുടെ സന്തോഷവും ഐശ്വര്യവും അറിയിച്ചുകൊണ്ട് തൽക്കാലം എന്റെ അനുവാചകർക്ക് ധർമ്മവിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് സമ്മേളനത്തിലേക്ക് കഴിയുന്ന എല്ലാവരെയും ശാരീരികമായ സാന്നിധ്യം പൂർണ്ണമായും വിദൂര ദിക്കുകളിൽ നിന്ന് കാരണങ്ങളാൽ എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് നിങ്ങൾ ഈ സന്ദേശത്തെ ഏറ്റെടുക്കുകയും പ്രസ്ഥാനത്തിന്റെ നാൾക്കുനാളുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യണമെന്ന് അറിയിക്കുകയും നിങ്ങളോട് സംവദിക്കാൻ വേദിയൊരുക്കിയ KMIC-യുടെ ഈ സാങ്കേതിക സംവിധാനത്തെ വിപുലപ്പെടുത്താനും ഉപയോഗ തലത്തിൽ പ്രയുക്തമാക്കാൻ പറ്റുന്ന വിധത്തിൽ ശക്തിപ്പെടുത്താനും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഈ വേദിയൊരുക്കിയവർക്ക് വേണ്ടിയും പ്രസ്ഥാനത്തിനു വേണ്ടിയും ആവശ്യപ്പെട്ടുകൊണ്ട് ആഖിറുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, പരിശുദ്ധവും പരിപാവനവുമായ മഹത്തായ വൈജ്ഞാനിക വേദിയെ ധന്യമാക്കുന്ന പ്രിയങ്കരരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അൽഹംദുലില്ലാഹ്, കാരുണ്യവാനായ കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ
നമ്മുടെ ഈ മഹത്തായ ഐക്യദാർഢ്യ സമ്മേളനം നാം വിചാരിച്ചതിനേക്കാൾ വളരെ റാഹത്തായി സന്തോഷകരമായി സമാപിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാ പ്രവർത്തകരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1 മാസക്കാലമായി നാം നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ പ്രചാരണ പരിപാടികൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരാഴ്ച കൂടി ബാക്കിയുണ്ട്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇന്ന് നാം ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. SSFന്റെ 40ാം വാർഷിക മഹാസമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന 100 കണക്കിന് വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് അവരുടെ ഹൃദയത്തിന്റെ ആത്മാഭിലാഷങ്ങൾ സമൂഹത്തെ അറിയിക്കാനുള്ള ഒരു വേദി എന്ന നിലയിൽ KMIC ഒരുക്കിയ ഈ മഹത്തായ പ്രോഗ്രാം അൽഹംദുലില്ലാഹ് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രഗത്ഭരായ മുഴുവൻ ആളുകളും നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഏതായാലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിന്റെ സഹായം, അവന്റെ തണല് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. കാരണം ഇത്രയും റാഹത്തായി ഈ പരിപാടി നടത്താൻ കഴിയുമെന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഒന്നാമത് പല ഭാഗത്തുള്ള നേതാക്കളെയാണ് ഒരേ സമയത്ത് ഒരേ വേദിയിൽ ഇവിടെ സംഗമിപ്പിക്കുന്നത്. അതിനിടയിൽ നമ്മൾ വിചാരിച്ചിരുന്ന പല പ്രഭാഷകർക്കും അതിനേക്കാൾ അവര് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ തിരക്കും പരിപാടികളും ഒക്കെ വന്നു ചേർന്നപ്പോ എത്രമാത്രം ഓൺലൈനിൽ നമ്മുടെ ഈ പ്രോഗ്രാമിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. എന്നാലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട്